ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവിന് പൊള്ളുമ്പോ നിങ്ങൾക്ക് ആർക്കും പൊള്ളില്ലെങ്കിലും എനിക്ക് പൊള്ളും, നന്നായിട്ട് പൊള്ളും. ഇതെന്ത് കോലമാണ് വർമ്മ സാറേ? സാറിന്റെ പി എ അല്ലേ, അല്ലാതെ ബോഡി ഗാർഡ് ഒന്നും അല്ലല്ലോ. ഞാൻ എന്റെ കടമയാ ചെയ്ത. നാശം. രാധമ്മേ, രാജു ഇതുവരെ വന്നില്ലേ? ഇല്ല മോളെ, അവൻ ഇതുവരെ വന്നില്ല. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ രാജുവിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അവനാ രോഹൻ സാറിന്റെ വീട്ടില് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതല്ലേ, തിരിച്ചു വരുമ്പോ കാണാലോ. എന്താ അത്യാവശ്യമാണോ? ഹേയ് അത്യാവശ്യമൊന്നുമില്ല വേണമെങ്കിലേ. രാജുവിനെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല, രുക്മിണി എവിടെ മോളെ? അമ്മ വാടക പിരിക്കാൻ വേണ്ടി പോയിരിക്കുക. ആ വേണൂട്ടാ, നമ്മളും വാടക കൊടുക്കാനുള്ള ദിവസം ഇങ്ങ് എടുത്തു. എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങളും വാടക തരാനുള്ള ദിവസം എടുത്തു എന്ന് പറഞ്ഞതാ. രാധമ്മ എന്തേ പറയുന്നേ? ഇനി അമ്മ രാധമ്മയോട് വാടക ചോദിക്കുന്നാണോ കരുതുന്നേ? അമ്മ ഇനി രാധമ്മയോട് വാടക ചോദിക്കോ, വാട്ടർ ബില്ല് ചോദിക്കോ, കറണ്ട് ബില്ല് ചോദിക്കോ ഒന്നും ചെയ്യില്ല. ആണോ? രമ്യേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് അഭിമാനമുള്ളവർക്ക് ചേർന്ന പണിയല്ല. വേണുങ്ങൾ എപ്പോഴും ഇങ്ങനെ അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ മാസവും കൊടുക്കുന്ന വാടക കാശ് ബാങ്കിൽ സേവിങ്സ് ആയിട്ട് വെക്കാൻ നോക്ക്. പ്രായമാവുമ്പോഴേ പെൻഷൻ പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാലോ. ഇത് വർമ്മ സാറിന്റെ കാറാണല്ലോ. അയ്യോ, രാജുവിന് ഇതെന്തു പറ്റി? മോനെ, എന്താ മോനെ, എന്താ പറ്റിയ നിനക്ക്? വർമ്മ സാറേ, എന്തുണ്ടായേ? ഒന്നുമില്ലമ്മേ, ചെറിയൊരു ഫയർ ആക്സിഡന്റ്. ഫയർ ആക്സിഡന്റോ? ഈശ്വര, എവിടെ? എന്തുവാടാ നീ പറയണേ? അതച്ചാ, ഋതിക മേഡം ഡ്രസ്സിംഗ് റൂമിൽ കയറിയപ്പോ അവിടെ ഒന്ന് തീ പിടിച്ചു. അപ്പോ ഞാൻ മാഡത്തിനെ രക്ഷപ്പെടുത്താനായിട്ട്. എന്നിട്ട് മോളെവിടെ? മാഡം കാറിലുണ്ടമ്മേ. മോളെ, പ്രതികാ മാഡത്തിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ചാ, മാഡത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല ചാ. അപകടത്തിൽപ്പെട്ട ഋതികയെ രാജു ഒരുപാട് റിസ്ക് എടുത്താ രക്ഷപ്പെടുത്തിയെ. അതിന് നിങ്ങളോടൊരു നന്ദി വാക്ക് പറയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രാജു സ്വന്തം ജീവൻ പോലും നോക്കാതെയാ ഋതികയെ രക്ഷപ്പെടുത്താൻ തീയിലേക്ക് എടുത്ത് ചാടിയത്. നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ വന്ന പൊള്ളലുകൾ എന്റെ മകള് കാരണമായിരുന്നല്ലോ. ഏതൊരു അച്ഛനും അമ്മയ്ക്ക് ഇത് കാണുമ്പോ വേദന ഉണ്ടാവുന്ന എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അയ്യോ സാർ. വർമ്മ സാറേ, ഇങ്ങനെ വലിയ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കല്ലേ. എന്തായാലും കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞങ്ങൾക്കത് മതി.
ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാതെ എന്തു പറയാനാ? അല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും അല്ലല്ലോ പൊള്ളിയത്, എന്റെ രാജുവിനല്ലേ. ആർക്ക് വേണ്ടി രാജു എന്ത് ചെയ്താലും, രാജുവിന് എന്ത് ആപത്ത് സംഭവിച്ചാലും നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതങ്ങനെയാണല്ലോ. എല്ലാവർക്കും വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതവും ആരോഗ്യവും കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. രമ്യ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒന്നും നോവില്ല. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. രാജുവിന് പൊള്ളുമ്പോ നിങ്ങൾക്ക് ആർക്കും പൊള്ളില്ലെങ്കിലും എനിക്ക് പൊള്ളും, നന്നായിട്ട് പൊള്ളും. രമ്യ, ഇതെന്ത് കോലമാണ് വർമ്മ സാറേ? സാറിന്റെ PA അല്ലേ, അല്ലാതെ ബോഡി ഗാർഡ് ഒന്നും അല്ലല്ലോ. കുറച്ച് കാലം ഇത് തുടങ്ങിയിട്ട് വർമ്മ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാറിന്റെ വീട്ടിൽ വെച്ച് ഇലക്ട്രിക് ഷോക്ക് രാജുവിനേറ്റത് നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. രമ്യ മതിയാക്ക്. അന്ന് രാജുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മന്ത്രിക്ക് വേണ്ടി വീരസാഹസം ചെയ്ത് ത്യാഗം സഹിച്ച് മരിച്ച ഒരാളുടെ ഫ്ലെക്സ് ഒട്ടിച്ച് നിങ്ങൾ പാർട്ടിക്കാരെല്ലാരും കൂടെ ഒരു വിലാപയാത്ര നടത്തും. രാജുവിന്റെ കഥ ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കും. മകന്റെ സത്യസന്ധതയും ധീരതയും ജീവത്യാഗത്തെയും കുറിച്ച് അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. രാധമ്മ കുറച്ചുനാള് കരയും, പിന്നെ രാധമ്മ അത് മറക്കും. പക്ഷെ എനിക്ക് രാജു അങ്ങനെയല്ല. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ എന്റെ ആയുസുള്ളിടത്തോളം കാലം എന്റെ കൂടെ ജീവിക്കേണ്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതം വെച്ച് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നതേ എനിക്ക് തീരെ സഹിക്കുന്നില്ല. ഇന്നത്തോടെ എനിക്കൊരു തീരുമാനം അറിയണം. രാജുവിനെ ഇനി സാറിന്റെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമല്ല. സാർ ദയവ് ചെയ്ത് ഇങ്ങനെ രാജുവിന്റെ ജീവിതത്തില് ഇടപെടരുത്. രാജുവിന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, രാജുവിന്റെ ജോലി എന്താണെന്ന് വെച്ചാ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് തരപ്പെടുത്തിക്കോളാം. മതി രമ്യ, മതി. രാജുവിന്റെ PA പണി എന്നും പറഞ്ഞോളൂ ഈ അടിമപ്പണി. രമ്യ, നിങ്ങൾ പറയുന്ന പോലെയൊന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയോ മകനെ പോലെയോ കണ്ടിട്ടുള്ളൂ. മതിയാക്ക് സാറേ സാറിന്റെ അഭിനയം. രമ്യ. അകലെ